أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. ഈ മുസ്ലിം ലീഗിന്റെ നയവിശദീകരണ പൊതുയോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്ന വാർഡ് ലീഗിന്റെ അധ്യക്ഷൻ ബഹുമാനരായ കെ ബക്കർ ഹാജി, അതുപോലെ വേദിയിലിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ വിവിധ ഘടകങ്ങളുടെ നേതാക്കൾ, പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ അസ്ലം മാസ്റ്റർ, അതുപോലെ പഞ്ചായത്ത് ലീഗിന്റെ സെക്രട്ടറി എന്റെ ബഹുമാന്യ സ്നേഹിതൻ അഡ്വക്കേറ്റ് ടി കുഞ്ഞാലി സാഹിബ്, ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷൻ ടി എ കരീം സാഹിബ്, വാർഡ് മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി അബ്ദുള്ള സാഹിബ് ഇ, നിയോജക മണ്ഡലം യൂത്ത് ലീഗിന്റെ ട്രഷററും എന്റെ പ്രിയങ്കരനായ സുഹൃത്തുമായ അഡ്വക്കേറ്റ് കെ അസ്കർ അലി, അതുപോലെ ഈ ചടങ്ങിന്റെ സംഘാടകരായ സുഹൃത്തുക്കൾ പ്രിയപ്പെട്ട മൻസൂർ വി കെ, ഷബീബ് ബേർക്കോട്ടിൽ, മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷന്റെ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി അടക്കം ഈ വേദിയിലും വേദിക്ക് താഴെയുമായി അണിനിരന്നിട്ടുള്ള മുസ്ലിം ലീഗിന്റെയും മുസ്ലിം യൂത്ത് ലീഗിന്റെയും മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷന്റെയും സ്വതന്ത്ര തൊഴിലാളി യൂണിയന്റെയും കർഷക സംഘത്തിന്റെയും പ്രവാസി ലീഗിന്റെയും ദളിത് ലീഗിന്റെയും KMCCയുടെയും ഒക്കെ നേതാക്കളും പ്രവർത്തകരുമായിട്ടുള്ള സ്നേഹിതന്മാരെ, സുഹൃത്തുക്കളെ, നല്ലവരായ നാട്ടുകാരെ, അസ്സലാമു അലൈക്കും. സഹോദര സമുദായാംഗങ്ങൾക്ക്, മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ സ്നേഹാഭിവാദ്യങ്ങൾ. ഈ പ്രദേശത്തെ മുസ്ലിം ലീഗിന്റെ ഈ സമ്മേളനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇവിടെ മുൻകഴിഞ്ഞ പ്രസംഗകരെല്ലാം സൂചിപ്പിച്ചിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആവേശോജ്വലമായ നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ നിങ്ങൾ കാണിച്ച ഈ സമ്മേളന നഗരിയിലെ സംഗമം മുസ്ലിം ലീഗിന്റെ ഒരു എളിയ ഖാദിം എന്ന നിലയിൽ ഞാനും സന്തോഷത്തോടുകൂടി ആവേശത്തോടുകൂടി നോക്കിക്കാണുകയാണ്. അള്ളാഹു ഈ അന്തസ് എന്നെന്നും നിലനിർത്തുമാറാകട്ടെ എന്ന് സാന്ദർഭികമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇന്ത്യ രാജ്യത്ത് ലീഗുകാരന്റെ തല എണ്ണി നോക്കുമ്പോൾ വളരെ കുറവാണ്. പക്ഷെ തൂക്കി നോക്കുമ്പോൾ ലീഗിന്റെ തലച്ചോറിനാണ് കനം കൂടുതൽ എന്ന് നമുക്കൊക്കെ ബോധ്യമാണ്. നമ്മൾ പറഞ്ഞ രാഷ്ട്രീയം ഇന്ത്യ രാജ്യത്ത് അന്വർത്ഥമായി, എതിരാളികൾ പറഞ്ഞതെല്ലാം അനർത്ഥമായി. അങ്ങനെ നിൽക്കുമ്പോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വ്യാപ്തിക്കപ്പുറം, പരിധിക്കപ്പുറം ജനകീയമായി മാനുഷിക പരിഗണന വെച്ച്, അല്ലെങ്കിൽ ജീവജാലങ്ങളെ പരിഗണിച്ച്, പ്രകൃതിയെ സ്നേഹിച്ച്, കഷ്ടപ്പെടുന്നവരെ ആശ്വസിപ്പിച്ച് ഏതൊക്കെ മേഖലകളിലെല്ലാം കൈവെക്കാൻ സാധിക്കും എന്ന് മുസ്ലിം ലീഗ് ആഴ്ന്നു ചൂഴ്ന്ന് പരിശോധിക്കുകയും ആ തൊട്ടതൊക്കെ ലീഗ് പൊന്നാക്കുകയും ചെയ്തിരിക്കുകയാണ്. നമ്മൾ ചർച്ച ചെയ്യാത്ത വിഷയങ്ങൾ ഈ ആകാശത്തിന് കീഴെ നന്നേ കുറവാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഒരു ഗ്രാമസഭയിൽ പോലും എത്തില്ല എന്ന് ധരിച്ചവരുണ്ടായിരുന്നു. ആ സഭ വിട്ട് ഞങ്ങൾ ഐക്യരാഷ്ട്രസഭയിലെത്തി. ചില്ലറ കാര്യമല്ല. ഈ ലീഗ് ചെറിയ ലീഗാണെന്ന് പറഞ്ഞിരുന്നു. ഈ ലീഗ് തന്നെ അറബി ലീഗിലും എത്തി. അങ്ങനെ വെച്ച് നോക്കുമ്പോ നമ്മൾ അധിക ആളുകൾ എന്നുള്ളതല്ല, ഉള്ളത് കുറുന്നനെ എന്ന് പറയുന്നത് പോലെ ഏതൊക്കെ മേഖലയിൽ ചെന്ന് ഈ ശുഷ്കിച്ച, അല്ലെങ്കിൽ അങ്കുലീ പരിമിതമായ വിരലിലെണ്ണാവുന്ന ആളുകളെ കൊണ്ട് വിസ്മയം സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷ കേരളത്തിന് നാം കൊടുത്ത ഏറ്റവും വലിയ സംഭാവന, ഏറ്റവും വലിയ നേട്ടം, നമ്മൾ അരക്ഷിത ബോധമുള്ളവരായില്ല. യുപിക്കാരെ പോലെ, കാശ്മീരിയെ പോലെ അവിടെ മുസ്ലിങ്ങൾ ന്യൂനപക്ഷം എണ്ണത്തിലും വണ്ണത്തിലും കുറവല്ല.
അവർക്കൊന്നും ആർജിച്ചെടുക്കാൻ കഴിയാത്ത സുഖസമൃദ്ധി. സാംസ്കാരിക കൈരളിയിൽ ഞാനിവിടെ വരുമ്പോ ഇവിടെ പ്രസംഗിച്ചു കൊണ്ടിരുന്ന മാഷ് സൂചിപ്പിച്ച പോലെ ഒരു അന്തസ്സാർന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ കേരളക്കരയിൽ നാം ആർജിച്ചെടുത്തു. പൊതുസമൂഹത്തിൽ അദ്ദേഹം പറഞ്ഞത് അത് അങ്ങനെ തന്നെയാണ്. ബഹുസ്വര സമൂഹത്തിൽ ഈ പേരുപയോഗപ്പെടുത്തി ഈ വേഷവിധാനത്തിൽ നമ്മെ അംഗീകരിക്കാൻ ആളുകളുണ്ടായി, നമ്മെ മാനിക്കാൻ ആളുകളുണ്ടായി, ജനകീയ സഭകളിൽ നമുക്ക് പ്രാതിനിധ്യമുണ്ടായി. അങ്ങനെ വന്നപ്പോൾ കേരളീയ ജനത ഉയർന്നു ചിന്തിച്ചപ്പോൾ നമുക്ക് ഉയരത്തിൽ പറക്കാൻ കഴിഞ്ഞു. ഇത് പാലക്കാട് വിട്ടാൽ തമിഴ്നാട്ടിൽ കാണാത്തതാണ്. ഇത് കാസർഗോഡ് വിട്ടാൽ കർണാടകയിലും കാണാത്തതാണ്. യുപിയിലെ കുഞ്ഞാലിക്കുട്ടിക്ക് പോലീസിന്റെ ബൂട്ടിട്ട് ചവിട്ടുകൊള്ളുമ്പോ കേരളത്തിലെ കുഞ്ഞാലിക്കുട്ടിക്ക് പോലീസിന്റെ സല്യൂട്ട് കിട്ടുന്നു എന്നത് ചില്ലറ കാര്യമല്ല. നമ്മൾ എങ്ങനെയാണ് ഇത് ആർജിച്ചെടുത്തത്? നമ്മൾ കേരളക്കരയിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നമ്മൾ ചെയ്തു കൂട്ടിയതെല്ലാം നന്മയുടേതാണ്. പോളിറ്റ് ബ്യൂറോ ചേർന്ന് കഴിഞ്ഞ കാലത്ത് ഞങ്ങൾ ചെയ്തത് തെറ്റായിരുന്നു എന്ന് പറയുന്ന ഒരു പാരമ്പര്യ പൈതൃകം പോലെയല്ല മുസ്ലിം ലീഗിന്റെ ഡയറി, മുസ്ലിം ലീഗിന്റെ നിഘണ്ടു, മുസ്ലിം ലീഗിന്റെ പ്രവർത്തന പാന്താവ് പിറകിലോക്കിട്ട് തിരിഞ്ഞു നോക്കുമ്പോ ആത്മാഭിമാനത്തിന് വക നൽകുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത് വിവാഹത്തിലെ ആർഭാടവും ധൂർത്തും ആഭാസവും ഒക്കെയാണ്. അതിന് ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ് നൽകിയത് മാധ്യമം ദിനപത്രത്തിൽ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നാണ്. പല പ്രസിദ്ധീകരണങ്ങളും അത് സംബന്ധമായി വിനീതൻ നോക്കി. എന്റെ ചെറിയ വായനക്കിടയിൽ എനിക്ക് ശ്രദ്ധേയമായ വരികൾ കാണാൻ കഴിഞ്ഞത് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ മാധ്യമത്തിലെ ലേഖനമാണ്. അദ്ദേഹം പറഞ്ഞത്, വിവാഹത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ ലീഗ് എടുത്തതുപോലെയുള്ള ചില തീരുമാനങ്ങൾ കേരളത്തിൽ പലരും എടുത്തിരുന്നു. പക്ഷേ വേണ്ട ഫലം അത് ഉളവാക്കിയില്ല. ലീഗ് ഏറ്റെടുത്താൽ മറ്റുള്ളവർ ഏറ്റെടുത്തതുപോലെയല്ല, ഇതിന്റെ റിസൾട്ട് ഉണ്ടാകും. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നാണ് പറയുന്നത്. പത്രം ചന്ദ്രികയല്ല, മാധ്യമമാണ്. എന്നിട്ട് അദ്ദേഹം പിറ്റത്തെ പാരഗ്രാഫിൽ പറയുന്നതാണ് ഞാൻ അടിവരയിട്ട് നിങ്ങളെ മുമ്പാകെ സമർപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ഈ കാര്യത്തിൽ ലീഗിനാണ് ഏറെ ചെയ്യാനുള്ളത്. കാരണം മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധികളാണ് മലബാറിൽ അധികവും എന്നുള്ളതല്ല അതിന്റെ കാരണം. ലീഗിന്റെ പഞ്ചായത്ത് മെമ്പർ, ബ്ലോക്ക് മെമ്പർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, MLA-മാർ, മന്ത്രിമാർ, ഇങ്ങനെ ജനകീയ സഭയിൽ ലീഗിന്റെ പ്രാതിനിധ്യമല്ല. ലീഗ് തീരുമാനിച്ചാൽ മാറ്റം പെട്ടെന്നുണ്ടാകും എന്നതിന്റെ കാരണം, അദ്ദേഹം പറഞ്ഞ കാരണം, വിവാഹം പോലെയുള്ള കാര്യങ്ങളിലെ അരുതായ്മകൾക്കെതിരെ തീരുമാനമെടുക്കാനുള്ള ആർജവവും അതിനുള്ള അധികാരവും മഹല്ലത്തുകൾക്കാണ്. ഞാൻ അദ്ദേഹത്തിന്റെ വരിയാണ് ഉദ്ധരിക്കുന്നത്, മഹല്ലത്തുകൾക്കാണ്. മലബാറിലെ 99% മഹല്ലത്തുകളും കൈകാര്യം ചെയ്യുന്നതിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരുണ്ട്. മാത്രവുമല്ല, പള്ളിയിലെ ഖത്തീബുമാരും മുദരിസുമാരും അതിന്റെ ആളുകളും പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ കൽപ്പിച്ചാൽ അംഗീകരിക്കുന്നവരും അനുസരിക്കുന്നവരുമാണ്. ആ നിലക്ക് തങ്ങൾ അധ്യക്ഷനായ ഒരു പാർട്ടി ഒരു തീരുമാനം പറഞ്ഞാൽ ഇപ്പറഞ്ഞ കോലത്തിലുള്ള മഹല്ലത്തുകളിലേക്ക്, അതായത് ഭാരവാഹികൾ ലീഗുകാർ, ഉസ്താദന്മാർ, പാണക്കാട്ട തങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നവർ, അങ്ങനെയുള്ള മഹല്ലത്തിൽ ആരേക്കാളേറെ ഒരു തീരുമാനമെടുത്താൽ മാറ്റം പെട്ടെന്നുണ്ടാവുക മുസ്ലിം ലീഗിനാണ്. അത് അടിവരയിടേണ്ട വാക്കാണ്. ഭൂരിഭാഗം മഹല്ലത്തുകളും അതിന്റെ ഭാരവാഹിത്വത്തിൽ മുസ്ലിം ലീഗുകാരാണെന്ന് പറയുന്നത് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നാണ്. നമ്മൾ ഈ ഭാരവാഹിത്വത്തിൽ ഇരുന്നിട്ട് ഇതുവരെ അതിനെ ദുരുപയോഗം ചെയ്തിട്ടില്ലല്ലോ, അതും വേറെ വായിക്കേണ്ടതാണ്. CPM എങ്ങാനും ഒരു ബാങ്കിൽ വന്നാൽ പിന്നെ ഇസ്രാഫിൽ സൂറിൽ ഊതുന്ന വരെ അവർക്ക് തന്നെയാണ് ആ ബാങ്ക്. അവരൊരു പഞ്ചായത്ത് ഭരിച്ചാൽ പിന്നെ ആ പഞ്ചായത്ത് അവർക്ക് തന്നെ. ഏത് കാലം നോക്കിയാലും അവരേതെങ്കിലും ഒന്ന് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ എല്ലാം കമ്മ്യൂണിസ്റ്റ് വൽക്കരണമാണ്.
അങ്ങനെ വേറെ പല ആളുകളുണ്ട്. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയധികം മഹല്ലത്തുകൾ കൈകാര്യം ചെയ്യുന്നു മുസ്ലിം ലീഗിന്റെ പ്രതിനിധികൾ അല്ലെങ്കിൽ അതിൽ മെമ്പർഷിപ്പുള്ള ആളുകൾ. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ ലേഖനം പ്രസക്താണ്. പ്രസിഡന്റ്, സെക്രട്ടറി, ഭാരവാഹിത്വത്തിൽ അധികം ലീഗിൽ പ്രകടനത്തിന് പോകുന്നവർ, അതിൽ മെമ്പർഷിപ്പുള്ളവർ ദുരുപയോഗം ചെയ്യുന്നില്ല. വളരെ സത്യമല്ലേ? എന്താ സത്യം? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു ഈ മഹല്ലത്തുകൾ അധികാരത്തിലേറിയിരുന്നുവെങ്കിൽ, അവരായിരുന്നു ഇത് കൈകാര്യം ചെയ്തിരുന്നത് എങ്കിൽ അവരും അവിടെയും ഈ വൽക്കരണം നടത്തുമായിരുന്നു. എന്നാൽ നമ്മൾ ചെയ്തത് എന്താ? നമ്മൾ ഇന്ന് വരെ പാണക്കാട്ടെ തങ്ങൾ ഈ ബന്ധം വെച്ച് എല്ലാ ഉസ്താദന്മാർക്കും ഒരു സർക്കുലർ അയച്ചിട്ട് ഖുത്ബോധന നേരത്ത് യാ അയ്യുഹന്നാസ് എന്ന് പറയുന്ന കൂട്ടത്തിൽ വോട്ട് ഫോർ കോണി എന്നാണ് പറഞ്ഞാൽ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അതാ വ്യത്യാസം. ജനങ്ങളെ ഉപദേശിച്ചിട്ട് ഇവിടെ പള്ളി മഹല്ലത്തുകളെ രാഷ്ട്രീയ സംവിധാനങ്ങൾക്കായി തെരഞ്ഞെടുപ്പിന്റെ സമയത്ത്, ഇപ്പോ ഗുരുവായൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ ഒരു പള്ളിയിൽ ഏറ്റവും കൂടുതൽ പ്രസംഗത്തിൽ സൂചിപ്പിച്ചുകൊണ്ടേയിരുന്നത് വാദ്യമേളങ്ങളെ കുറിച്ച്, ചെണ്ടയെ കുറിച്ച് ഇങ്ങനായിരുന്നു. നമുക്കപ്പോ ഒന്നും അത്ര പിടികിട്ടിയില്ല. കാരണം സമദാനിക്കെതിരെ മത്സരിച്ചിരുന്ന പി.ടി. കുഞ്ഞു മുഹമ്മദിന്റെ ചിഹ്നം ചെണ്ടയായിരുന്നു. അപ്പൊ അതിങ്ങനെ ഇഷാർത്താക്കുക ഇടക്കിടക്കിടക്കൊക്കെ. അപ്പൊ അതൊരു താല്പര്യം. ആ പള്ളിക്ക് പിന്നീട് ചെണ്ടപ്പള്ളി എന്ന് നാട്ടുകാർ പേരിട്ടു. അള്ളാഹു കാക്കട്ടെ. അപ്പോ ദുരുദ്ദേശപരമായി നന്മയുടെ വേദികളെ വരെ ദുരുപയോഗം ചെയ്യുന്നു. എന്നാൽ ലീഗിന് ഈ പവറും അധികാരമൊക്കെ ഉണ്ടായിട്ട് ആ കോലത്തിൽ മുസ്ലിം ലീഗ് ചിന്തിച്ചില്ല. കുറഞ്ഞു വരിക. എനിക്കുമില്ല നിറച്ച്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു രാഷ്ട്രീയ പാർട്ടി തൊട്ടതൊക്കെ പൊന്നാക്കുകയാണ്. വിവാഹധൂർത്ത്, ആഡംബരം, ഇതൊരു ചർച്ചയായി കേരളത്തിൽ ഇപ്പോൾ വന്നത്. അത് അതിന്റെ മാന്യതയുടെ സർവ്വസീമകളും കടന്നു പോകുന്നു എന്ന് മാത്രമല്ല, അതിന്റെ നിയന്ത്രണത്തിന്റെ പൂട്ടും കൊളുത്തും പൊട്ടി പുറത്തു ചാടുന്നു എന്നുള്ളതാണ്. പൂച്ചക്കാര് മണികെട്ടും എന്ന ചോദ്യത്തിന് ഉത്തരമായി മുസ്ലിം ലീഗ് കടന്നു വരികയാണ്. നമ്മളിതിന്റെ ചെയ്തത് എന്താ? എല്ലാ കല്യാണ പന്തലിലേക്കും ഗ്രീൻ കാർഡ് വളണ്ടിയർമാരെ പറഞ്ഞേക്കലല്ല ചെയ്തത്. എല്ലാവരെയും നമ്മൾ വിളിച്ചുകൂട്ടി. ചെറുശ്ശേരി ഉസ്താദ് വരൂ, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ വരൂ, ഹുസൈൻ മടവൂര് വരൂ, അബ്ദുള്ള കോയ മദനി വരൂ, ആരിഫ് അലി വരൂ. നമ്മൾ ഒന്നിച്ചൊരു മേശയ്ക്ക് ചുറ്റും ഇരുത്തി സംസ്ഥാന കേരള, ദക്ഷിണ കേരള, സമസ്ത കേരള, സുന്നി വിദ്യാഭ്യാസ ബോർഡ്, നദ്വത്തുൽ മുജാഹിദീൻ എല്ലാവരെയും ഒരു മേശയ്ക്ക് ചുറ്റുമിരുത്തി ഇതിന്റെ ഭവിഷ്യത്തിനെ കുറിച്ച് പറയാം. കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി. എല്ലാവർക്കും ഉള്ള ഉത്തരവാദിത്വം. എല്ലാവരുടെയും ഉത്തരവാദിത്വം സംബന്ധിച്ച് പടച്ചവൻ ചോദ്യം ചെയ്യപ്പെടും. ഒരു രാഷ്ട്രീയ പാർട്ടി മുൻകൈയെടുത്താണ് ഈ തീരുമാനം. ഇതാദ്യമായിട്ടല്ല. ഒന്നിലധികം ഖാലിമാർ നമ്മുടെ മഹല്ലത്തിൽ വന്ന ഒരു ഘട്ടം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പണ്ട് ബാപ്പ ലീഗാണെങ്കിൽ മക്കളും ലീഗാണ്, ബാപ്പ CPM ആണെങ്കിൽ മക്കളും CPM. അങ്ങനെ കുടുംബത്തിലൊരു ഐക്യം ഉണ്ടായിരുന്നു. ബാപ്പ സുന്നിയാണെങ്കിൽ മക്കൾ സുന്നി, ബാപ്പ മുജാഹിദ് ആണെങ്കിൽ മക്കൾ മുജാഹിദ്. അങ്ങനെ ഇന്നങ്ങനെയല്ല. ബാപ്പ ലീഗാണെങ്കിൽ ഉമ്മ കോൺഗ്രസ്സാണ്, അതിന്റെ താഴെയുള്ളവൻ DYFI, അതിന്റെ താഴെയുള്ളവൻ SDPI, അതിന്റെ താഴെ SFI, ഏറ്റവും MSF ആണ്, അതിന്റെ താഴെ ഒരുത്തുണ്ടെങ്കിൽ ABVP. ഇങ്ങനെ പോവുകയാണ്. ഇതുപോലെ ഒരു വീട്ടിൽ ഒന്നിലധികം പാർട്ടി വന്നിരുന്നത് പോലെ ഖാലിമാർ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ദുരിതമുണ്ടാക്കുന്ന രൂപത്തിൽ ഒരേ വീട്ടിൽ 2 കൊലത്തിൽ, പടിഞ്ഞാറകത്ത് നോമ്പ്, കിഴക്കകത്ത് പെരുന്നാൾ. ഒരാൾ നവൈത്തു സോമോദീൻ അപ്പുറത്ത്, ഒരാൾ തക്ബീർ ചൊല്ലിയിട്ട് ഇപ്പുറത്ത്. ഒരാൾ പറഞ്ഞു അറഫ നോമ്പാണ്, ഇന്ന് സുന്നത്ത് നോമ്പ്. വേറൊരാൾ പറഞ്ഞു ബലിപെരുന്നാളാണ്, ഇന്ന് ബലിപെരുന്നാളാണ്.
അറുക്കാൻ കൊണ്ടുവന്ന മൃഗം നോക്കി നിൽക്കെ സുൽത്താൻ ബത്തേരിയിലെ പള്ളിയിലെ മുസല്ലയിലിട്ട് അനുജൻ ജ്യേഷ്ഠനെ കുത്തിക്കൊന്നു. വിരോധം മൂത്തിട്ട്. ആലോചിക്കണം. അവിടെയും നമ്മൾ ഇടപെട്ടു. ഇതുപോലെ എല്ലാ ആലിമീങ്ങളെയും വിളിച്ചു വരുത്തി, ഒരു മേശക്ക് ചുറ്റും ഇരുത്തി. അന്ന് നമ്മൾ രൂപീകരിച്ച സംഘടനയുടെ പേരാണ് മുസ്ലിം സൗഹൃദ വേദി. അൽഹംദുലില്ലാഹി അൽഫമറ. ഇന്ന് വരെ കേരളക്കരയിൽ ഈ മുഹറം മാസപ്പിറവി വരെ നോമ്പും പെരുന്നാളും രണ്ട് കോലത്തിൽ പ്രഖ്യാപിക്കുന്ന ഒരു ദുരിതത്തിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല. അതിന് ഈ പച്ചക്കൊടി വഹിച്ച പങ്ക് മഹത്തരാണ്. ആലോചിക്കണം. മതമില്ലാത്ത ജീവന്റെ കാര്യത്തിലും ഇതുപോലെ നമ്മൾ ഒത്തൊരുമിച്ചു. ശരീഅത്ത് വെല്ലുവിളി നേരിട്ടപ്പോ മുതലക്കുളം മൈതാനിയിൽ പോയി നമ്മൾ എല്ലാവരും ഒന്നിച്ചിരുന്നു. രാഷ്ട്രപതിയോട്, പ്രധാനമന്ത്രിയോട് കാര്യങ്ങൾ പറഞ്ഞു. എങ്ങനെ ഒരു സമരം വരുമ്പോഴേക്ക് KSRTC തകർക്കും, റെയിൽവേ തകർക്കും, രാജ്യത്തിന്റെ ഖജനാവിന് വമ്പൻ നഷ്ടായിരിക്കും. ശരീഅത്ത് ബില്ല് പാസാക്കാൻ പണ്ഡിതന്മാരും ഈ ഉലമാ ഉമറ ഒന്നിച്ച് അന്ന് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഇരുന്ന് ബനാത്ത് വാല അവിടെ ബില്ല് അവതരിപ്പിച്ച് പ്രവർത്തിച്ചു. ഇവിടെ ബില്ലിനെ പറ്റി നാട്ടിൽ പ്രസംഗിച്ചു, പ്രാർത്ഥിച്ചു. സിൻഫാൻ മിൻ ഉമ്മത്തി ഇദാ സലഹ സലഹ الناس كلهم وإذا فسد فسد الناس كلهم العلماء والأمراء. ആ രണ്ടിനെയും ഒന്നിച്ച് ഒരു കയ്യായി, ഒരു മെയ്യായി, ഒരു രാഗമായി, ഒരു താളമായി നമ്മൾ ഒന്നിച്ചു നിർത്തിയപ്പോ ഇസ്ലാമിക ശരീഅത്തിന്റെ ബില്ല് പാസ്സാക്കിയെടുക്കാൻ സാധിച്ചു. മുതലക്കുളം മൈതാനിയിലാണ് നമ്മൾ ഒത്തുകൂടിയത്. നമ്മൾ ശരിക്കും മുതലാക്കി. പക്ഷേ ചില ആളുകൾക്ക് മുതലക്കുളം മൈതാനി മുതലാക്കാനും കുളമാക്കാനുമുള്ളതാണ്. നമ്മൾ രാജ്യത്ത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സമരങ്ങൾ നടത്തി രാജ്യത്തിന്റെ ഖജനാവിന് നഷ്ടമുണ്ടാക്കിയപ്പോ ഇസ്ലാമിക ശരീഅത്തിന്റെ പേരിൽ നമ്മൾ നിശബ്ദ വിപ്ലവ നടത്തിയത്. പ്രധാനമന്ത്രിയോടും രാഷ്ട്രപതിയോടും കത്തെഴുതി കമ്പിയടിച്ചു പറഞ്ഞു, ഇത് ഞങ്ങളുടെ ജീവന്റെ പ്രശ്നമാണ്, ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ്. 2 വരിയിൽ എല്ലാ മഹല്ലത്തിൽ നിന്നും കത്തും കമ്പിയുമായി അങ്ങോട്ട് ചെന്നു. സമരത്തിൽ ഖജനാവിന് നഷ്ടമുണ്ടായില്ലെന്ന് മാത്രമല്ല, സഹകരിക്കുന്നില്ല, ഞാൻ പെട്ടെന്ന് നിർത്തും. ഖജനാവിന് നഷ്ടമുണ്ടാക്കിയെന്ന് മാത്രമല്ല, ഉണ്ടാക്കിയില്ലെന്ന് മാത്രമല്ല, രാജ്യത്തിന്റെ കമ്പിത്തപാൽ വകുപ്പിലേക്ക് കോടാനുകോടി രൂപ ആ സമരത്തിൽ ലാഭം ഉണ്ടായത്. നന്മ, സർവത്ര നന്മ. അതുപോലെ നമ്മൾ മദ്രസ സംവിധാനം രാവിലെയാക്കുന്ന, സ്കൂൾ രാവിലെയാക്കി മദ്രസയെ അവതാളത്തിലാക്കുന്ന നിയമം വന്നപ്പോ എല്ലാവരും ഒന്നിച്ച് അണിനിരന്നു. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഉയർന്നു ചിന്തിച്ചപ്പോൾ കേരളത്തിൽ ഉയരത്തിൽ പറക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഇസ്സത്ത് തകർക്കാൻ, നമുക്ക് ബദലാകാൻ ചില പുതിയ പുതിയ ആളുകൾ കടന്നു വരുന്നു. അവര് ലക്ഷ്യമാക്കുന്നത് എന്താണ്? അവര് ലക്ഷ്യമാക്കുന്നത് ചെറുപ്പക്കാരെയാണ്. ഈ ചെറുപ്പക്കാരോട് അവർ നേരത്തെ പറഞ്ഞിരുന്നത് എന്താ? രാഷ്ട്രീയക്കാരന്റെ വോട്ടിന്റെ മഷി കയ്യിൽ പുരളാൻ പാടില്ലെന്നാണ്. ISS ആയും അതുപോലെ NDF ആയും പോപ്പുലർ ഫ്രണ്ടായും പല പേരിലായി നമ്മുടെ നാട്ടിൽ രംഗപ്രവേശം നടത്തി. അവര് രാഷ്ട്രീയത്തിൽ പോകുന്നതിനെ നിശിതമായി വിമർശിച്ചു. ഞാൻ ഇന്നും ഒരു മാധ്യമത്തിന്റെ ഒരു ലേഖനം സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ബാബരി മസ്ജിദ് പതനശേഷം ശിഹാബ് തങ്ങളുടെ ചിത്രം കൊടുത്തുകൊണ്ട് അന്ന് O. അബ്ദുള്ള എഴുതിയ ലേഖനം. ആ ലേഖനത്തിൽ ശിഹാബ് തങ്ങളുടെ പിക്ചറിന് താഴെ അടിക്കുറിപ്പ് ഇങ്ങനെയാണ്: ആത്മീയത കൈമോശം വന്ന വെറും രാഷ്ട്രീയക്കാരൻ എന്നാണ്. ഇഖ്ലാസ് ഇല്ല എന്ന് പറഞ്ഞുപോയി. ആലോചിക്കണം. അന്ന് നമ്മെ ഉപദേശിക്കാൻ ആളുകൾ ഉണ്ടായി. ഇവർ മറ്റുള്ള പ്രദേശങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു പോസ്റ്റർ ഉണ്ട്. ഡിസംബർ 6 വരുന്നതിന് മുമ്പേ എല്ലാ കൊല്ലവും ഇറങ്ങുക പോസ്റ്റർ, ഈ പള്ളി മറക്കാതിരിക്കുക. നമ്മൾ ചെയ്യുന്ന പണി എന്താ?
നമ്മൾ ചെയ്ത പണി, ചെയ്യുന്നതല്ല, ചെയ്ത പണി. അങ്ങനെ ഒരു അബദ്ധം വന്നപ്പോ, അങ്ങനെ ഒരു ട്രാജഡി, ഒരു ദുരന്തം വന്നപ്പോ ഇന്ത്യയുടെ പാർലമെന്റിൽ